ടീച്ചറെ, കയ്യിലുണ്ടെങ്കിൽ 100 രൂപ തരാമോ? ബസ് സ്റ്റാൻഡിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉറക്കെയുള്ള ആൻഡപ്പന്റെ ചോദ്യം അല്പം നീരസം ഉണ്ടാക്കിയെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു കരുതി ഒന്നും മിണ്ടാതെ വേഗം ബാഗ് തുറന്നൊരു 100 രൂപ നോട്ട് എടുത്തു കൊടുത്തു. ഒരു പുഞ്ചിരിയോടുകൂടി അവനത് വാങ്ങിയെങ്കിലും എനിക്കത്ര പുഞ്ചിരിയൊന്നും വന്നില്ല. അധ്യാപകർ പിശുക്കരാണെന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട്. സത്യമല്ല. എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് വീടിന്റെ ലോണ്, കുട്ടികളുടെ ഫീസ്, വീട്ടു ചെലവ്, ഒരു തരത്തിൽ തട്ടിമുട്ടി പോകുമ്പോൾ ഒരു 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ആൻഡപ്പൻ ബസ് സ്റ്റാൻഡിലെ ചുമട്ട് തൊഴിലാളിയാണ്. അവിടെ തന്നെ ചുമട്ട് തൊഴിലാളിയായിരുന്ന അവന്റെ അപ്പന്റെ അപകടമരണത്തെ തുടർന്ന് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി വീടിന്റെ ഭാരം ചുമലിലേറ്റി. ആ ജോലി അവൻ ഏറ്റെടുക്കുകയായിരുന്നു. വല്ലപ്പോഴും കാണുമെന്നല്ലാതെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല ഞാൻ. എന്നും ജോലിക്ക് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ കാണാറുണ്ടായിരുന്നു അവനെ. ചിലപ്പോഴൊക്കെ കൈമൈ മറന്ന് ജോലി ചെയ്യുന്നു, ജോലിയില്ലാത്ത സമയത്ത് ബീഡിയും വലിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു, ചിലപ്പോൾ അടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്നു. ചോരക്കണ്ണുകളുള്ള കൊമ്പൻ മീശക്കാരനായ ഒരു കുടിയനായിട്ടാണ് ഞാൻ അവനെ കരുതിയിരുന്നത്. പക്ഷെ ആരോടും പണം കടമേടിക്കുന്നതായി അറിവില്ല. അവന്റെ ആകാരഭംഗി കണ്ടിട്ടാവണം നാട്ടിലുള്ളവർക്ക് അവനെ കുറച്ച് പേടിയും കൂടിയാണ്, ഈ ഞാനുൾപ്പെടെ. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ബോർഡ് നോക്കി ഞാൻ കയറി. സ്കൂൾ വഴി പോകുന്ന ബസ് എന്നെ ഭാഗ്യത്തിന് കിട്ടി. വണ്ടി കുറച്ച് സമയം അവിടെ കിടക്കുമെന്ന് തോന്നുന്നു. വണ്ടിയിൽ ഡ്രൈവറും കണ്ടക്ടറും ഇല്ല, ആളുകളും തീരെ കുറവാണ്. ഞാനൊരു സൈഡ് സീറ്റ് പിടിച്ചു വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആളുകൾ കയറുന്നതും പോകുന്നതൊക്കെ നോക്കി പതുക്കെ സീറ്റിലേക്ക് ചാരിയിരുന്നു. നല്ല വിശപ്പുണ്ട്. രാവിലെ കഴിക്കാൻ സമയം കിട്ടിയില്ല. സ്കൂളിൽ നിന്നുള്ളൊരു പേപ്പറുമായി DEOയുടെ ഓഫീസിൽ പോവേണ്ടതുണ്ട്. രാവിലെ തന്നെ അവിടെ എത്തിയതാണ്. അവിടെ തിരക്കായതുകൊണ്ട് സമയം വൈകിപ്പോയി. അവസാനം എല്ലാം ശരിയാക്കി ഇറങ്ങിയപ്പോഴേക്കും സമയം 11:30 കഴിഞ്ഞു. ഓൺ ഡ്യൂട്ടി ആയതിനാൽ ലീവാവില്ലെന്ന ആശ്വാസത്തിൽ വണ്ടി വിടുന്നും കാത്തിരിപ്പാണ് ഞാൻ. പെട്ടെന്ന് ആൻഡപ്പൻ ബസ് സ്റ്റാൻഡിന് വലതുവശത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഒരു പാഴ്സൽ വാങ്ങി നടന്നു വരുന്നു. ഓ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തിന്നാൻ പോയതായിരുന്നു. കയ്യിൽ 100 രൂപ പോയതിൻ്റെ കലിപ്പിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ആ വണ്ടിയിലുണ്ടെന്ന് അവൻ അറിയില്ല. എൻ്റെ ശ്രദ്ധ അവനിലേക്കായി. സ്റ്റാൻഡിനുള്ളിലേക്ക് കടന്നു വന്നവൻ ഞാനിരിക്കുന്ന ബസ്സും കടന്ന് ആരെയും നോക്കാതെ തൊട്ടടുത്ത ബേക്കറിയുടെ ഒരു ഭാഗത്തായിരുന്നു ലോട്ടറി വിൽക്കുന്ന ഒരു നാടോടി സ്ത്രീയുടെ അടുത്ത് നിന്നു. ഞാൻ കുറച്ച് നീങ്ങിയിരുന്നുകൊണ്ട് ശ്രദ്ധിച്ചപ്പോൾ വികലാംഗനായ അവളുടെ ഭർത്താവ് അവിടെ അടുത്ത് കിടപ്പുണ്ട്, ചെറിയ 2 കുട്ടികളും. ആൻഡപ്പൻ ആ പാഴ്സൽ കൂട്ടത്തിൽ മൂത്തവനും തോന്നിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആരെയും നോക്കാതെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള പോളിത്തീൻ വലിച്ചു കെട്ടിയ ലോഡിംഗ് തൊഴിലാളികളുടെ താൽക്കാലിക ഷെഡിലേക്ക് കയറി. അവിടെ ചുവന്ന ഷർട്ടിട്ട വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത ഭാഗത്തിലൊരു ബീഡിയും വലിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്നു. ഞാൻ വീണ്ടും തിരിഞ്ഞ് നാടോടി കുടുംബത്തെ നോക്കി. അപ്പോൾ അവർ ആ പൊതിയഴിച്ച് ആർത്തിയോടെ ചോറ് വാരി തിന്നുകയാണ്. എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. സത്യത്തിൽ പുറമേ കാണുന്ന പോലെയല്ല ചില മനുഷ്യർ. ഏറെ നന്മകൾ നിറഞ്ഞ മനസ്സുള്ള അവരെ പോലെയുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ചില കാഴ്ചകളുണ്ട് ഈ ലോകത്തിൽ. അത് അവർ മാത്രം കാണും. അങ്ങനെ ഒരു കുടുംബം അവിടെ ഉണ്ടെന്ന് ആരും ശ്രദ്ധിക്കുന്നതേയില്ല. തൊട്ടടുത്ത് കൂടി എത്രയോ യാത്രക്കാർ നടന്ന് നീങ്ങുന്നു. ആരും അവർ ലോട്ടറി എടുത്ത് പോലും സഹായിക്കുന്നില്ല. ഈ ഞാൻ പോലും അവരവിടെ ഇരിക്കുന്ന പോലും ശ്രദ്ധിച്ചിട്ടില്ല. തൊണ്ടയിലൊരു ഗദ്ഗതം തടഞ്ഞു. ഞാൻ വീണ്ടും ആൻഡപ്പനെ നോക്കിയപ്പോൾ തലയിലൊരു സിമന്റ് ചാക്കുമായി അവനും കൂട്ടുകാരും ഒരു ലോറിയിൽ നിന്ന് കടയിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നു. എൻ്റെ മനസ്സിൽ അതുവരെ അവനെക്കുറിച്ചുണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളും മാറിമറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ശരിക്കും അവനോട് ബഹുമാനം തോന്നിയ നിമിഷങ്ങൾ. അന്ന് സ്കൂളിലും ഓഫീസിലും വൈകുന്നേരം വീട്ടിലുമൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആൻഡപ്പൻ വീണ്ടും എത്തിയത്. ഒരു 100 രൂപയുടെ നോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആൻഡപ്പൻ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതാ ടീച്ചറെ, ഞാൻ ഇന്നലെ വാങ്ങിയ 100 രൂപ. പെട്ടെന്നൊരു അത്യാവശ്യം ഒന്നായിരുന്നു. അപ്പം മറിക്കാൻ ആരുടെയും കയ്യിലില്ലായിരുന്നു. അതാ ടീച്ചറോട് ചോദിച്ചത്. ഇതാ പിടിച്ചോ. അവൻ പറഞ്ഞ പെട്ടെന്നുള്ള അത്യാവശ്യം എന്താണെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് അവൻ അറിഞ്ഞിരുന്നില്ല. അവനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആൻഡപ്പൻ തന്നെ കയ്യിൽ വെച്ചോളൂ. വേണ്ട ടീച്ചറെ, ടീച്ചർ ഇപ്പതാ ഇത് പിടി. ഇനിയൊരു ആവശ്യം വരുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ ചോദിക്കണമെങ്കിൽ കടം കിടന്നാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബലമായി എൻ്റെ കയ്യിൽ ആ രൂപ പിടിപ്പിച്ചിട്ട് അവൻ നടന്നകന്നു. ചിലരങ്ങനെയാണ്. ജീവിതം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ പഠിപ്പിച്ച് കളയും. അതൊരു പാഠപുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല.